നമ്മൾ പുതിയൊരു യാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നേരെ മധുരയിൽ നിന്ന് നേരെ ധനുഷ്കോടി പോകാനുള്ളൊരു യാത്ര. ഇപ്പം സമയം 27-ാം തീയതി രാവിലെ 2:30 അല്ല 1:30 ആയുള്ളൂ. 2:30ക്കാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം, അവിടുന്ന് ട്രെയിൻ പിടിക്കണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പതിയെ നമ്മളടുത്ത് യാത്ര. രാവിലെ നമ്മുടെ ടിക്കറ്റ് രാവിലെ ഭയങ്കര സംഭവം. ടിറ്റിനെയും എന്താണ് പോലീസിനെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മളെ സിറ്റി കയറ്റിൻ്റെ ആൾ പറഞ്ഞു വിട്ടത്. തിരിച്ച് നമ്മുടെ ടിക്കറ്റ് ഇതുവരെ ബുക്കായിട്ടില്ല. തിരിച്ച് പിന്നെ സീറ്റായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ബുക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ അറ്റ കൂടെ മണ്ടാരം ഓടി ഫ്രണ്ടിലാണ് വിട്ടല്ലോ. വിളക്കുമാണ് റെയിൽവേ സ്റ്റേഷൻ. കൊള്ളാം സെറ്റപ്പ്. മധുര സ്റ്റേഷൻ എത്തി. ഇവിടെ വന്ന ട്രെയിനാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ബൈക്ക് റെൻറ്റിന് എടുക്കാൻ പോകണം. അവിടെ നടക്കണം കുറച്ച്. നോക്കട്ടെ, മധുരയിലെ ഏതോ ഒരു സ്ട്രീറ്റിൽ കൂടെ ബൈക്ക് റെൻറ്റിന് എടുക്കാൻ വേണ്ടി പോവുക. ഇവിടെ മൊത്തം ലൈൻ കമ്പി. നമ്മുടെ നാട്ടിൽ ലൈൻ കമ്പി അല്ലേ ഈ ലൈൻ കമ്പി. ഒരു വൃത്തിയായിട്ട ലൈൻ കമ്പിയാണ്. കാണുമ്പോൾ തന്നെ ഒരു അറപ്പ്. വീണ്ടും വാതിക്കലും ഉണ്ടല്ലോ കോലം. ഈ ബൈക്കിലാന്ന് തോന്നുന്നു. ഈ ബൈക്കാന്ന് തോന്നുന്നു നമുക്ക് തരാനിരിക്കുന്നത്. യമഹയുടെ എഫ്സി. ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഇവിടെ പണ്ട് കാണുന്ന സെറ്റപ്പ് തേപ്പൂട്ടി. ഒരു ഷർട്ട് കായൻ പെണ്ണ എത്രയാണ്? 10 രൂപ. പെട്രോൾ അടിച്ച് ഇനിയിപ്പം നമുക്ക് പോകണം. ഇനിയിപ്പം നേരെ എയർപോർട്ട് വരെ പോകണം. മധുര നമ്മുടെ കൂട്ടുകാരൻ അവിടെ എത്തില്ല. അപ്പോൾ അവനെ കാണാൻ വേണ്ടി നമ്മുടെ മധുരയിൽ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് ഞാൻ കാണുന്നു ഇങ്ങനെ കുറേ കൂട്ടങ്ങൾ. പക്ഷേ നിർത്തിയില്ല ഞാൻ. ഇപ്പോൾ കൊള്ളാം. നമ്മളങ്ങനെ രാമേശ്വരം എത്താറായി. ഇനിയിപ്പോൾ ഒരു 10-30 കിലോമീറ്ററോടെ ഉണ്ട്. രണ്ട് സൈഡിലും കടല്. ഇത് പഴയ പാലമാണ്. പഴയ പാലം. പുതിയ പാലം പണിയുന്നേ ഉള്ളു. പണി കഴിഞ്ഞ് കൊടുത്തില്ല. എന്നാലും അതിൻ്റെ പണി നടക്കുവാണ്. പണിയൊക്കെ കഴിഞ്ഞ് ട്രെയിലൊക്കെ ഓടി തുടങ്ങി. ഇപ്പോൾ അവിടെ പാലം പൊട്ടുന്ന സ്ഥലം അവിടെയാണ്. വണ്ടിയെല്ലാം വന്ന കുട്ടീൻ്റെ വരി തുടങ്ങി. രണ്ട് സൈഡിലും കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് കുറച്ച് നേരം എത്താൻ പറ്റും. അവിടുത്തെ കാഴ്ചകൾ കാണും. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പാമ്പൻപാലം. വർഷങ്ങൾക്ക് മുമ്പ് വന്ന പാലമാണ് ഈ താഴെ നിൽക്കുന്നത്. സമ്മതിച്ചു കൊടുക്കണ്ട. നോക്കിയേ, കല്ലും മണലും മയിലെല്ലാം കൊണ്ട്. ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത് പണ്ട് ഒരു സുനാമി നമ്മൾ തകർന്നു പോയി. അങ്ങനെ കുറേ ചരിത്രമുണ്ട്. അതിനുശേഷം ഇപ്പോൾ പുതിയ പണിയുന്നതാണ് ആ പാലം. ആ പാലം ഓപ്പൺ ആകുമ്പോൾ പിന്നെ ഇവിടെ ആൾക്കാർക്ക് വെള്ളമായിരുന്നു. അങ്ങോട്ട് പോകാൻ മനസ്സിലായിട്ട് എനിക്കെന്തോ ഫീൽ ചെയ്തേ. ഇവിടെ കൊതുകിനെ കൊണ്ട് ഇവിടെ കൈകാര്യത്തിലാണ് കിടക്കുന്ന. ഇവിടുത്തെ കടലിൽ വേറെ നമ്മുടെ ഈ ആലപ്പുഴ ബീച്ചിലത്തെ കടൽ ഭയങ്കര നീല നിറം. കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളങ്ങനെ
അങ്ങനെ APJ അബ്ദുൽ കലാമിനെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. APJ അബ്ദുൽ കലാമിൻ്റെ ഖബർ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പം പുള്ളിയുടെ മെമ്മോറിയലായിട്ട് ഇവിടെ പണിതിരിക്കുന്നതാണ് രാമേശ്വരത്ത്. അറിയാലോ, APJ അബ്ദുൽ കലാമിൻ്റെ നാടെന്ന് പറയുന്നത് രാമേശ്വരമാണ്. അതിനി അറിയാം. നമ്മൾ ഇവിടെ ക്യാമറ അകത്തോട്ട് അലോഡല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇതാണ് സംഭവം. ഒരു സെറ്റപ്പാണ്. പുള്ളിയുടെ ഖബറൊക്കെ ഉണ്ട്, അതൊക്കെ രസമാണ്. പിന്നെ പുള്ളി ഉപയോഗിച്ച ഷർട്ടും ഉടുപ്പും പാൻറ്റും എല്ലാ ഐറ്റവും ഉണ്ട്. അതുമാത്രമല്ല, പുള്ളി ലാസ്റ്റായിട്ട് ഉപയോഗിച്ചു അവസാനം പുള്ളിയുടെ ബാഗിലുണ്ടായ സാധനം വരെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പൈസയൊന്നും അങ്ങനെ മേടിക്കുന്നില്ല. എന്നാലും ഒരു ജസ്റ്റ് ഇത് കാണാനുണ്ട്. നമ്മുടെ പ്രസിഡൻ്റ് ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, എന്നോട് ആരുമില്ല. എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നോ? അങ്ങനെ ഇറങ്ങി റൂമിൽ നിന്ന് ഫ്രഷായി നമ്മളിത് ധനുഷ്കോടി പോകാൻ വേണ്ടി അതിൻ്റെ എൻട്രി പോയിന്റിലെത്തി. ഇപ്പോൾ ഇവിടുന്ന് കയറി പോകണം, സൺറൈസ് കാണണം, അവിടെ കുറച്ച് കറങ്ങണം, എന്നിട്ട് തിരിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമുക്ക് 6 മണി തൊട്ടാണ്, 6 തൊട്ട് 5 വരെയാണ് ടൈം. ഇപ്പോൾ വന്നാലും ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. വെയിറ്റിങ്ങാണ്. പൊന്ന സുഹൃത്തുക്കളെ, ഇപ്പോൾ 2 സൈഡ് കടലാണ്. ഇവിടെ കടയിൽ അവിടെ കടലിൻ്റെ നടുക്കൂടാണ്. കടലിൻ്റെ നടുക്കൂടെ നമ്മൾ നമ്മുടെ കടലാണ് കൂടെയുള്ള കടലിലാണ് ഒരു പട്ടിലെ. എൻ്റെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ മരിച്ചൽമണി എത്തിയിരിക്കുന്നു. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകും. അങ്ങനെയാണ് സംഭവം. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകുന്നൊരു സെറ്റപ്പാണ്. അങ്ങനെയാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന പോലെ പ്രളയം ഉണ്ടായോ ഇവിടെ തോന്നുന്നു വെള്ളം കൂടുതൽ. അതാണ് അരിച്ചൽമുന. അത് ഈ ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യയുടെ അവസാനത്തെ റോഡാണ്. കേൾക്കാൻ പറ്റുന്നതെന്നറിയില്ല. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് കുറച്ച് ബീച്ച് സൈഡിലോട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം 1964 സുനാമിക്ക് റെയിൽവേ സ്റ്റേഷൻ അതെല്ലാം പൊളിഞ്ഞതിൻ്റെ എന്നാണ് അതിൻ്റെ ഇത് എല്ലാം പൊളിഞ്ഞു. ഇവിടെ എന്താണ് പ്രേത നഗരം എന്നാണ് അറിയപ്പെടുന്നത്. കാണുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ആണ്. സുനാമി കഴിഞ്ഞപ്പോൾ ഉള്ള പണ്ടത്തെ പള്ളിയാണ്. സുനാമി കഴിഞ്ഞപ്പം പൊളിഞ്ഞു. ഇപ്പം ഇതിങ്ങനെ ഇതായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഓൾഡ് ചർച്ച് എന്ന് പറയും. എന്താ പറയുക, അത് തന്നെ അവശേഷിപ്പുകൾ. ഇവിടെ പണ്ട് താമസമൊക്കെ ഉണ്ടായിരുന്നു. സുനാമി ഒന്ന് പൊളിഞ്ഞു പോയതാണ്. അതൊക്കെ പോസ്റ്റ് ഓഫീസും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമ്പലവും ഇവിടെ മായാനദി സിനിമ. അപ്പോൾ അവർ ട്രിപ്പ് പോകുന്നൊരു ഇതില്ലേ, ഇത് ഇവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അബ്ദുൽ കലാമിൻ്റെ വീട്. തിരിച്ച് സ്റ്റേ അടിച്ചെടുത്ത് വന്നിട്ട് നമ്മൾ ഇവിടുന്ന് വിടുവാണെങ്കിൽ ഇപ്പം നേരെ മധുരയിൽ വിടണം. മധുരയിൽ ജസ്റ്റ് മധുര അമ്പലമൊക്കെ കണ്ട് അവിടെ അധികൃതം ഉണ്ടായി കുടിച്ച് നമുക്ക് വൈകിട്ടാണ് ട്രെയിൻ. അത് കണക്കാക്കി പോവാം. ഇതാണ് പാമ്പൻ ബ്രിഡ്ജ്. ഇത് പാളമാണ്, റെയിൽവേ പാളത്തിലാണ് പാമ്പൻ എന്ന് പറയുന്നത്. പാമ്പൻ പാളം. മൂന്ന് പാളകളാണ്. പാലത്തിന് പൊക്കമായി അതിൻ്റെ പൊക്കമാണ്. എന്താണ് ജിഗർദണ്ഡ കുടിക്കാൻ പോവാണ്. ഫേമസ് ജിഗർദണ്ഡ കണ്ടിട്ട് മധുര പായസം കണക്കിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിഗർദണ്ഡ ഇത് കുടിച്ച് നമ്മൾ പായസം ഉണ്ടാക്കത്തില്ല, അടപ്രഥമൻ പായസം. ഫീലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ട്രൈ ചെയ്തു. ഇനിയിപ്പം എന്താണ് അമ്മൻ കോവിൽ അമ്പലം, അതായത് അവിടം വരെ പോകണം. ഇതാണ് മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഒരു വാതിൽ. 4 വാതിലുണ്ട്. നമ്മൾ മധുരയൊക്കെ കറങ്ങി നമ്മൾ നമ്മുടെ വണ്ടി തിരിച്ചു കൊണ്ടിരിക്കുന്നു.
റെൻറ്റിനെടുത്ത വണ്ടി തിരിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ പോകണം. നമ്മുടെ ടിക്കറ്റ് ബുക്കായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യണം. 6 മണിക്കാണ്, നോക്കാം. എന്നിട്ട് വൈകിട്ട് ട്രെയിൻ കയറണം. വലിയൊരു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് വലിയൊരു റോയൽ കോട്ടൺ എന്ന് പറഞ്ഞൊരു റിസോർട്ടിൽ കയറിയിരിക്കുക. ഇവിടെ ഉച്ചയ്ക്ക് ബൊഫേ ഉണ്ട്. പക്ഷെ നമ്മൾ അലക്കെട്ടെടുക്കാൻ പോകാം, എന്താവും നോക്കട്ടെ. ഇവിടെ നമ്മൾ പ്രോൺസ് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ്. അല്ലേ എന്താണ് സീ ഫുഡ് ബിരിയാണി. പക്ഷേ ഇവിടെ സീ ഫുഡും പ്രോൺസൊന്നും ഇല്ല. വലിയ അത് കഴിക്കാമെന്ന് വെച്ചാണ് കയറിയത്. പക്ഷേ വലിയ റിസോർട്ട് അതിനു വേണ്ടിയാണ് കയറിയത്. എന്നാലും നല്ല ഫുഡും കിട്ടത്തുള്ളൂ, ക്വാളിറ്റി സാധനം കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ ആ സാധനം ഇല്ല. പിന്നെ ഒരു മട്ടൻ ബിരിയാണി ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ പ്രോൺസ് എനിക്ക് ഭയങ്കര കഴിക്കണം. ഞാൻ തപ്പി കിടക്കുമായിരുന്നു. റിസോർട്ടുണ്ടോ, വലിയ സെറ്റപ്പാണ്. ഞങ്ങളുടെ റിസോർട്ടിനെക്കാട്ടി വലിയ സെറ്റപ്പ്. കുറച്ച് നെയ്വൊക്കെ ഉണ്ട് പോയിട്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇത്ര നേരം അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവിടെ എന്താണ് നമ്മളാ വെയിറ്റിംഗ് ഹാള് AC ഒക്കെ കൊണ്ട് നല്ല സുഖത്തെ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ട്രെയിനിൽ പോരും. ട്രെയിൻ വരാൻ വേണ്ടി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നമ്മൾ അങ്ങോട്ട് പോയ ട്രെയിൻ തന്നെയാണിത്. ആ ട്രെയിൻ തന്നെ, ഇത് തന്നെ ആയിരുന്നത് 27, 28. അത് തിരിച്ചു വരുന്നത്. ഇപ്പം അങ്ങ് ചെന്നൈ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. ഇതൊക്കെ ഓടിക്കുന്ന ആരടാ അവിടെ? എന്താണ് ഇതിൽ ബോർഡിൽ അവിടെ കാണിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു ഇവനെയൊക്കെ. നമ്മുടെ B1 കോച്ച്, B2, അത് B3, 2 B2. ഇതിൻ്റെ അപ്പുറത്തെയാണ് നമ്മുടെ 5 മിനിറ്റ് ഉണ്ട്, നമുക്ക് വലിയ കയറിയാൽ മതി. അപ്പോൾ നമ്മൾ ഇത് B2 ഇതാണ് നമ്മുടെ കോച്ച്. B1 കയറുകയാണ്. B1 അപ്പുറം കൂടെ കയറിയാൽ മതിയായിരുന്നു. നമ്മുടെ സീറ്റ് അങ്ങേറ്റത്തായിരുന്നു. നമ്മൾ 52 നമ്മുടെ நம்மளுக்கு யாராவது படிச்சிருவாங்க ஒரு லெவலில். ഇത് അങ്ങനെ നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ എ സിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ. കാര്യം വെച്ചാൽ മറ്റേത് ടിക്കറ്റ് കിട്ടാൻ പാടായതുകൊണ്ട് നമ്മൾ നോക്കിയത് നമ്മൾ AC ബുക്ക് ചെയ്ത് കിടക്കണ്ടേ, ഉറങ്ങണ്ടേ. അവിടെ നിന്ന് പോന്നപ്പോഴേ ബുക്ക് ചെയ്തത്, അതുകൊണ്ട് ഇത് കൺഫേം ആയി. നമ്മൾ ഇതാണ്, ഗസ് ചെയ്യാവോ? ഇത് ഒരു വെറൈറ്റിയാണ്. ഇത് ബാത്റൂമാണ്. കാറ്റൊക്കെ കൊണ്ട് കുസി പോകാൻ വേണ്ടിയാണ്, സെറ്റപ്പാണ്. പിന്നെ അല്ല ഇവിടെ കിടന്ന് ഉറങ്ങിയേക്കാം. അതാണ് നല്ലത്. തലവണയില്ല, അപ്പം തലവണ യൂസ് ചെയ്തേ. അപ്പോൾ ഒരു തലവണ എടുക്കാൻ വേണ്ടി വന്നേ. പുതപ്പില്ല, പുതപ്പ് തലവണ കവറാണ്. അവിടെ തലവണ കിട്ടി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച് കിടന്നുറങ്ങാം. മൂന്നരയാകുന്നു. ഇപ്പം അമ്പലത്തിൽ വണ്ടി പിടിച്ചിട്ട് ഗൈസ്. ഇവിടെ ഇത് അടുത്ത സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പില്ലാതെയാണ്, പക്ഷേ ചിലർക്ക് ഭാഗ്യം കൊണ്ട് ഇവിടെ ഇങ്ങനെ നിർത്തി കിട്ടും. അപ്പോൾ ഇവിടെ ഇറങ്ങി പോകാം. ആലപ്പുഴ ഇറങ്ങി നമുക്കും പോകണം. നമ്മൾ അവസാനം നമ്മുടെ
ആലപ്പുഴയിലെത്തിയിരിക്കുന്നു. നമ്മുടെ വ്ലോഗിന് അവസാനമായിരിക്കുന്നു. എന്താണ് ആലപ്പുഴ തുടങ്ങി നമ്മളിപ്പം ആലപ്പുഴ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പം ശരിയല്ലോ, ബൈ.